Good morning to all. The previous class we learned about what is cash flow statement and their objectives, and also we discussed about the difference between cash flow statement and fund flow statement. Today we discussed about importance or advantages of cash flow statement. The cash flow statement is the important tool for financial analysis. It provides the information regarding the firm's profitability, liquidity, financial flexibility and risk involved in the business. So, cash flow statement is the important tool for financial analysis. It also regarding the statements like profitability, liquidity, financial flexibility, etc. So, it helps to assessing the firm's ability to generate the cash and how to utilize the cash. So, first we discussed about the advantages or importance of the cash flow statement. The first point is help in short-term planning. The first point is help in short-term planning. The cash is the basis for formulating any financial plan. In the absence of the cash, a plan cannot be accomplished successfully. The cash flow statement gives the information regarding the sources and application of the cash for a specific period. This is enabled to plan investing, operating and financial activities of the enterprises. So, help in short-term planning means നമുക്കറിയാം ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ് ക്യാഷ്. വിത്തൗട്ട് ക്യാഷ് നമ്മൾക്കറിയാം ഒരു ഫിനാൻഷ്യൽ പ്ലാൻസും അവിടെ എന്താവില്ല, പോസിബിൾ ആവില്ല. സോ ക്യാഷ് ഇസ് ദ ബേസിസ് ഫോർ ഫോർമുലേറ്റിംഗ് ദ ഫിനാൻഷ്യൽ പ്ലാൻ. സോ ദ ആബ്സെൻസ് ഓഫ് ദ ക്യാഷ് ദ പ്ലാൻ കനോട്ട് ബി അക്കംപ്ലിഷ്ഡ്. മിസ് നേരത്തെ പറഞ്ഞിട്ട് ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഫിനാൻഷ്യൽ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്ലാൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വിത്തൗട്ട് ക്യാഷ് we cannot accomplish any goals or any plan. So, cash flow statement gives the information regarding the sources and application of cash in a specific period. That means നമ്മൾക്ക് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വഴി നമ്മൾക്ക് ഇൻഫോർമേഷൻസ് കിട്ടാണ് എന്തിനെക്കുറിച്ചുള്ളത്, നമ്മുടെ ഒരു സ്പെസിഫിക് ടൈം പീരീഡിലേക്കുള്ള ക്യാഷിൻ്റെ സോഴ്സസും അതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ള ഒരു ഇൻഫോർമേഷൻസ് നമ്മൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റാണ് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വഴി. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് എനേബിൾ ടു പ്ലാൻ ഇൻവെസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് ദ എൻ്റർപ്രൈസസ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റിങ്ങിൻ്റെയോ ഓപ്പറേറ്റിങ്ങിൻ്റെയോ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിൻ്റെയോ എന്തൊരു ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും നമ്മൾ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇറ്റ് ഹെൽപ്സ് ഇൻ ഷോർട്ട് ടൈം പ്ലാനിങ്. നമുക്ക് ഷോർട്ട് ടൈം പ്ലാൻസ് മേക്ക് ചെയ്യാനായിട്ട് ഈ CFS നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ സെക്കൻഡ് പോയിന്റ് ഈസ് ഹെൽപ്പ് ഇൻ ഫോർമുലേറ്റിംഗ് ഓഫ് ഫിനാൻഷ്യൽ പോളിസീസ്. The cash flow statement is help in formulating the financial policies like dividend policy, credit policy, etc. So, നമ്മുടെ ഫിനാൻഷ്യൽ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ പോളിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിവിഡൻഡ് പോളിസി, അതേപോലെ തന്നെ ക്രെഡിറ്റ് പോളിസി, ഇതൊക്കെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ പോളിസീസിൽ വരുന്നത്. സോ ഇതൊക്കെ ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ CFS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് ദ സെക്കൻഡ് പോയിന്റ്. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് പ്രൊവൈഡ് എ ബേസിസ് ഫോർ ക്യാഷ് ബഡ്ജറ്റ്. നമ്മുടെ ക്യാഷ് ബഡ്ജറ്റിന് ഒരു ഫൗണ്ടേഷൻ, അതായത് നമ്മുടെ ക്യാഷ് ബഡ്ജറ്റിന് ഒരു ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ക്യാഷ് ഫ്ലോ ആണ്. ദ ക്യാഷ് ഫ്ലോ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ക്യാഷ് ബഡ്ജറ്റ്. ഇറ്റ് ഫോംസ് ദ ബേസിസ് ഓഫ് പ്രിപ്പയറിംഗ് മന്ത്ലി ഓർ ക്വാർട്ടർലി ഓർ ഈവൻ ദ ആനുവൽ ക്യാഷ് ബഡ്ജറ്റ്. നമുക്കറിയാം ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്ലാൻ ഓഫ് ആക്ഷൻ ആണ്. സോ അത് ഫൗണ്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബേസിസ് എന്ന് പറയുന്നത് എന്താണ്, ക്യാഷ് ഫ്ലോ, അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ദ ക്യാഷ് ഫ്ലോ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ക്യാഷ് ബഡ്ജറ്റിംഗ്. ഇറ്റ് ഫോംസ് ദ ബേസിസ് ഫോർ പ്രിപ്പയറിംഗ് മന്ത്ലി, ക്വാർട്ടർലി ഓർ ആനുവലി. നമുക്കറിയാം നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ചിലപ്പോൾ മന്ത്ലി ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ക്വാർട്ടർലി പ്രിപ്പയർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആനുവലി പ്രിപ്പയർ ചെയ്യാം. ഇത് ഏത് ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് ആണെന്നുണ്ടെങ്കിലും അത് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. The next point is reveals the liquidity and solvency. So, the cash flow statements reveals or helps to ascertain the liquidity and solvency of the business in a better way. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ലിക്വിഡിറ്റിയും സോൾവൻസിയും ഒക്കെ റിവീൽ ചെയ്യാനും അതേപോലെ തന്നെ അത് അസേർട്ടൈൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്
നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്പ് ടു അസർട്ടൈൻ ദ ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി ഓഫ് ദ ബിസിനസ് ഇൻ എ ബെറ്റർ വേ. നല്ലൊരു വേയിൽ കൂടി നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ സോൾവൻസിയും ലിക്വിഡിറ്റിയും ഒക്കെ അഷ്യൂർ ചെയ്യാൻ അല്ലെങ്കിൽ അസർട്ടൈൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ CF വഴി പറ്റുന്നുണ്ട്. The next point is helps in efficient cash management. The cash flow statement provides the information relating to surplus or deficit of cash. Hence, an organization can decide about the short-term investment of the surplus. ദാറ്റ് മീൻസ് എന്താ പറയുന്നത് വെച്ചാൽ നമുക്കൊരു എഫിഷ്യൻറ്റ് ക്യാഷ് മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ളൊരു ഇൻഫോർമേഷന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രൊവൈഡ് ദ ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ദ സർപ്ലസ് ആൻഡ് ഡെഫിസിറ്റ് ഓഫ് ദ ക്യാഷ്. അതായത് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ ഒരു ഓർഗനൈസേഷനുള്ളത് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ളൊരു ഇൻഫോർമേഷൻ നമ്മൾക്ക് ഈ CFS വഴി ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. Hence the organization can decide about the short term investment or surplus. അതായത് നമുക്ക് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് വേണോ അല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് വേണോ എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഇൻഫോർമേഷൻ, അതായത് നമുക്ക് എഫിഷ്യൻ്റായിട്ട് നമ്മുടെ ക്യാഷ് മാനേജ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് CFS എന്ന് പറയുന്നത്. The next point is show the causes of changes in cash position. ദാറ്റ് മീൻസ് നമ്മുടെ ക്യാഷ് പൊസിഷനിൽ വരുന്ന ചേഞ്ചസ് നമ്മൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ കോസസ് എന്തൊക്കെയാണെന്ന് ഇത് ഷോ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ദ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ലോവർ ആൻഡ് ഹയർ ക്യാഷ് ബാലൻസ് വിത്ത് ദ എൻ്റർപ്രൈസസ്. ഇറ്റ് ഷോ ദ റീസൺ ഫോർ ലോവർ ആൻഡ് ഹയർ ക്യാഷ് ബാലൻസസ് ദ എൻ്റർപ്രൈസസ്. ഒരു എൻ്റർപ്രൈസസിൽ ഇപ്പോൾ ലോവറോ അല്ലെങ്കിൽ ഹയറോ ക്യാഷ് ബാലൻസസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ഈ CFS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. So, there is a lower cash balance in split of higher profit or higher cash balance split of lower profit. അപ്പോൾ ലോവർ ക്യാഷ് ബാലൻസസ് ഉണ്ടെങ്കിൽ നമ്മൾ ഹയർ പ്രോഫിറ്റിൽ നിന്നാണ് അത് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഹയർ ക്യാഷ് ബാലൻസസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ലോവർ പ്രോഫിറ്റിൽ നിന്നായിട്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുക. സോ റീസൺ ഫോർ സച്ച് സിറ്റുവേഷൻ ക്യാൻ ബി അനലൈസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഹയറോ ലോവറോ ക്യാഷ് ബാലൻസസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ അറൈസ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് എന്നുള്ളതും ഇതിൻ്റെ അകത്ത് അനലൈസ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മുടെ ഈ CFS അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. The next point is help in control. The cash flow statement is a control device. നമ്മൾ പറഞ്ഞു നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് നമ്മൾക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പറയാം the cash flow statement is the control device. A comparison of cash flow statement with the previous year or within a cash budget show the variations between the original forecast and actual result. നമ്മൾ ഒരു നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു ബഡ്ജറ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. സോ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ ഫ്യൂച്ചർ പ്ലാൻ ഓഫ് ആക്ഷൻ ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്താ പറയാൻ പറ്റുക, നമുക്ക് ബഡ്ജറ്റിങ്ങിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ ഫോർകാസ്റ്റിംഗ്, നമ്മുടെ ആക്ച്വൽ പ്ലാൻ എന്താണ് അല്ലെങ്കിൽ ഒറിജിനൽ നമ്മുടെ ആക്ച്വൽ പ്ലാൻ എന്താണ്, അതേപോലെ നമ്മളുടെ ഒറിജിനൽ ഫോർകാസ്റ്റ് എന്താണെന്നുള്ളത് ഇതിൻ്റെ വേരിയേഷൻ നമ്മൾക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ സ്റ്റാൻഡേർഡ് നമ്മളിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എത്രയാണോ പ്ലാൻ ചെയ്ത് അത് തമ്മിലുള്ള വേരിയേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഈ CFS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഇൻഡിക്കേറ്റ് വാട്ട് എക്സ്റ്റെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആർ യൂസ്ഡ് അക്കോർഡിംഗ് ടു ദ പ്ലാൻ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര എക്സ്റ്റെൻറ്റ് വരെ നമ്മുടെ ഈ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നമുക്കതിൽ നിന്നുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇതാണ് പറയുന്നത്. ദിസ് ഇൻഡിക്കേറ്റ് വാട്ട് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആർ യൂസ്ഡ് ടു അക്കോർഡിംഗ് പ്ലാൻ. നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമ്മൾ എത്രത്തോളം ഫിനാൻഷ്യൽ റിസോഴ്സസ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഇതുവഴി അറിയാനായിട്ട് പറ്റും. അതാണ് ഹെൽപ്സ് ഇൻ കൺട്രോളിൽ പറയുന്നത്. ദെൻ ലാസ്റ്റ് പോയിന്റ് ഈസ് ഹെൽപ്പ് ഇൻ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഡിസിഷൻ. ഇറ്റ് മീൻസ് എന്താണ്, ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് it is possible to take short-term financial decision like repayment of loan, payment of bonus, investment outside the firms, etc. So ഇതിൻ്റെ അത് പറയുന്നത് എന്താണ്, നമുക്ക് ഓൺ ദ ബേസിസ് ഓഫ് ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ്റെ ബേസിസിൽ നമ്മൾക്ക് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാനായിട്ട്
ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഡിസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ, പേയ്മെൻറ്റ് ഓഫ് ബോണസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ഓഫ് ദ ഫേം എക്സെട്ര. ഇതെല്ലാം ഉണ്ട് നമ്മുടെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഡിസിഷൻ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം ടേക്ക് ചെയ്യാനായിട്ടുള്ള ഹെൽപ്സ് നമ്മൾക്ക്, അല്ലെങ്കിൽ ഇതെല്ലാം എടുക്കാനായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻസ് നമ്മൾക്ക് ഈ CFS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ മെയിൻ ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് CFS. In the importance we can discuss in the major 8 points. So these are the advantages of CFS. Then we move on the limitations of cash flow statement. So we move on the limitations. The cash flow has following the limitations. The first one is ignore non-cash transactions. That means the cash flow statement only consider the monetary transactions. In other non-monetary transactions is totally ignored. So this is the first limitation of cash flow statement. The ignore non-cash transaction. The cash flow statement does not show the non-cash transactions like purchase of machinery by issue of shares or debentures, etc. That means it consider only monetary transactions or cash transactions. ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കൺസിഡർ ചെയ്യുള്ളൂ. നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ഒന്നും നമ്മൾ ഇതിൽ ടേക്ക് ചെയ്യില്ല. ഇതാണ് ഫസ്റ്റ് ലിമിറ്റേഷൻ പറയുന്നത്. നമുക്കൊരു ഓർഗനൈസേഷൻ ആകുമ്പോൾ നമുക്കറിയാം മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ് അവിടെ നടക്കുന്നുണ്ടായിരിക്കും. ഇത് രണ്ടും കറക്റ്റ്ലി ടേക്ക് ചെയ്താലാണ് നമുക്കൊരു കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. പക്ഷേ ഇൻ കേസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് ടോട്ടലി ഇഗ്നോർഡ്. The first limitation. The second is not a substitute for income statement. The cash flow statement is not a substitute of income statement. Cash flow statement ഒരു ഇൻകം സ്റ്റേറ്റ്മെൻ്റ് അല്ല. ദാറ്റ് മീൻസ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും പറ്റില്ല. ആൻഡ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഷോ ദ ബോത്ത് ക്യാഷ് ആൻഡ് നോൺ ക്യാഷ് ഐറ്റംസ്. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ലിമിറ്റേഷനിൽ നമ്മൾ പറഞ്ഞു നോൺ ക്യാഷ് ഐറ്റംസ് ടേക്ക് ചെയ്യുന്നില്ല എന്ന്. സോ ഇതിൻ്റെ അകത്ത് അത് തന്നെയാണ് പറയുന്നത്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ബോത്ത് ക്യാഷ് ആൻഡ് നോൺ ക്യാഷ് ഐറ്റംസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇൻ കേസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വി ക്യാൻ നോട്ട് കൺസിഡർ നോൺ ക്യാഷ് ഐറ്റംസ്. സോ ദാറ്റ്സ് വൈ ദ CFS is not a substitute for income statement. So it shows the net profit or net loss of the firm, but the cash flow statement shows only the net cash inflow and outflow. This is not equal to net profit or net loss of the enterprises. സോ നമ്മൾ പറഞ്ഞു ഇതിന് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ബോത്ത് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പക്ഷേ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആ ക്യാഷ് ഇൻഫ്ലോവും ക്യാഷ് ഔട്ട്ഫ്ലോയും ഈസ് നോട്ട് ഈക്വൽ ടു ദ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. നെറ്റ് പ്രോഫിറ്റിനോ നെറ്റ് ലോസിനോ ഈക്വൽ അല്ല ഈ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നതും ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇറ്റ് ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ദ തേർഡ് പോയിന്റ് ഈസ് ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ. Historical in nature means the cash flow statement is only the rearrangement of information available in the income statement or balance sheet. That means the CFS is contain only the historical or past data. So that's why we can call it is a historical nature. The data is available or collected from the previous year's income statement and balance sheet. So that's why we can call it is a historical in nature. അപ്പോൾ അതാണ് പറയുന്നത് നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ നിന്നാണ് ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. സോ അതൊക്കെ ഓൾറെഡി പ്രിപ്പയർഡ് ആക്കി വെച്ചിരിക്കുന്നതാണ്. ദാറ്റ് മീൻസ് അത് ഓൾറെഡി കളക്ട് ചെയ്തിരിക്കുന്നതാണ്. അതായത് ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചറാണ്, പാസ്റ്റ് ഡാറ്റ ആണ്. സോ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മൾക്ക് ഇത് എന്തായിട്ട് കൺസിഡർ ഹിസ്റ്റോറിക്കൽ നേച്ചറായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ലിമിറ്റേഷൻ ഈസ് ലിമിറ്റഡ് സ്കോപ്പ്. ലിമിറ്റഡ് സ്കോപ്പ് എന്ന് പറയുന്നത് ആസ് കമ്പയർഡ് ടു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ദ CFS ഹാസ് എ ലിമിറ്റഡ് സ്കോപ്പ്. കമ്പയർഡ് ടു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് വെച്ച് നോക്കുമ്പോൾ CFSന് ലിമിറ്റഡ് സ്കോപ്പാണുള്ളത്. ദാറ്റ് മീൻസ് ദ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഷോസ് ദ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ഓൺലി. നമ്മൾ ഇൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വി ക്യാൻ ഓൺലി കൺസിഡർ ദ ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ ഓഫ് ദ fund. It is the scope, its scope is very limited. It only consider the cash items.
ക്യാഷ് ഐറ്റംസ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ദ സ്കോപ്പ് ഈസ് വെരി ലിമിറ്റഡ് കമ്പയർഡ് ടു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. In case of fund flow, we can consider the working capital, that means current assets and current liability we can consider. In case of cash flow statement, we can only consider the cash items. That's why its nature or scope is very limited. Next point is the cash flow statement does not show the overall financial position. നമ്മൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് സ്കോപ്പാണ്. ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നുള്ളൂ. Thus the cash flow statement does not show the overall financial position. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓവറോൾ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ ഇതിൻ്റെ അകത്ത് ഷോ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ടും കൂടിയാണ് ഇതിൻ്റെ സ്കോപ്പ് ലിമിറ്റഡ് ആണെന്ന് പറയുന്നത്. The next one is easily influenced by managerial decision. The cash balance can be easily influenced by the managerial decision, such as making certain payments in advance or postponing the payments, and the CFS does not present the realistic picture. That means CFS cash flow statement ഒരിക്കലും നമുക്കൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിയൽ പിക്ചർ അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോസ്റ്റ്പോണ്ടിങ് ആയിട്ടുള്ള പേയ്മെൻറ്റ്സിനെ കുറിച്ചുള്ള ഒരു റിമാർക്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഡസ് നോട്ട് പ്രസൻറ്റ് ദ റിയൽ പിക്ചർ ഓർ റിയലിസ്റ്റിക് പിക്ചർ. സോ ഇറ്റ് ഈസിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ മാനേജറിയൽ ഡിസിഷൻ. The last point is does not present a true picture of liquidity. The CFS does not present the clear or true picture of liquidity. The CFS does not present the true picture of liquidity of the firm. This is because the liquidity does not depending upon the cash alone. The liquidity does not depending upon the cash alone. The liquidity depends upon those assets which are being converted into cash only. The liquidity depends on upon the current assets also. That means it can be easily converted into cash. സോ ഇതാണ് ഇതിനകത്ത് പറയുന്നത് ഡസ് നോട്ട് പ്രസൻറ്റ് ദ ട്രൂ പിക്ചർ ഓഫ് ലിക്വിഡിറ്റിയിൽ പറയുന്നത് നമുക്ക് ലിക്വിഡിറ്റിനെ കുറിച്ചുള്ള ക്ലിയർ പിക്ചർ ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ക്യാഷ് മാത്രമാണ് ടേക്ക് ചെയ്യുന്നത്. നമ്മൾ കറണ്ട് അസറ്റ്സോ കറണ്ട് ലയബിലിറ്റീസ് കറണ്ട് അസറ്റ്സോ ഒന്നും നമ്മൾ ടേക്ക് ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞു കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസിലി ക്യാഷുമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാവുന്ന അസറ്റ്സ് ആണ്. അതൊന്നും നമ്മൾ ഇതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു ക്ലിയർ പിക്ചർ അതേക്കുറിച്ച് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതാണ് പറയുന്നത് ഡസ് നോട്ട് പ്രസൻറ്റ് ദ ട്രൂ പിക്ചർ ഓഫ് ലിക്വിഡിറ്റി. So today's class we discussed about the advantages or importance of CFS, that means cash flow statement. Then we discussed about the limitations of CFS. So ഇന്നത്തെ ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ റൈറ്റ് ചെയ്ത് വെക്കേണ്ട ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ what are the advantages and limitations of cash flow statement. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.